നമ്മളെല്ലാവരും യു കെയിലെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ യു കെ ഭയങ്കരമായി ആളുകളുടെ നീഡ്സ് അറിയുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു രാജ്യമാണ്. ഉദാഹരണത്തിന് ഡിസേബിലിറ്റിയുടെ കാറ്റഗറി വരുമ്പോൾ ഭയങ്കരമായി അവർ അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ക്രോസിങ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നു. എന്നാൽ ഒരു ബ്ലൈൻഡ് ആയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രസം. ഉദാഹരണത്തിന് നമ്മളിവിടെ പ്രസ് ചെയ്യുന്നു, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ചില ക്രോസിങ്സിൽ നിങ്ങൾക്കറിയാം സൗണ്ട് വരും, ബീപ്പിംഗ് സൗണ്ട് വരും. അപ്പോൾ നമുക്കറിയാം ക്രോസിങ്ങിനുള്ള ടൈമായി. പക്ഷേ ചിലയിടങ്ങളിൽ അതുണ്ടാവില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് മാത്രമേ ഫ്ലാഷ് ചെയ്യുള്ളൂ. ഒരു ബ്ലൈൻഡായ ആൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു കോൺ, ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോൺ ഈ അടിഭാഗത്ത് കൃത്യമായി ഇതാ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ കോൺ ഇവിടെ ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബ്ലൈൻഡായ ഒരാൾക്ക് ഇവിടെ വന്ന് ഇതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ മനസ്സിലാവും ഇപ്പോൾ ക്രോസ് ചെയ്യാനുള്ള ടൈമാണോ ഇല്ലയെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു അടിപൊളി ഫെസിലിറ്റിയാണിത്. നമ്മൾ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ പോയാൽ പോലും ഒരു വീൽ ചെയർ ഉള്ള ഒരാൾക്ക് കയറാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലേക്ക്. അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ കാര്യത്തിൽ പോലും അവർ എന്തുമാത്രം കൺസിഡർ ചെയ്യുന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നി. സോ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. ലെറ്റ്സ് ടൈ അപ്പ്.